ഹലോ, നമസ്കാരം. ഇതാണ് കലത്തപ്പം. കലത്തപ്പം എന്താണ് അതിന് അങ്ങനെ ഒരു പേര് വന്നേ? അതായത് പണ്ടൊക്കെ നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. വിറകടുപ്പിൽ മൺചട്ടി വെച്ച് ഈ മൺചട്ടിയിലാണ് നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂട്ട് ഒഴിക്കുക. എന്നിട്ട് അതിനെ അടച്ച് വെക്കും. ഈ അടപ്പിൻ്റെ മേലെ നമ്മൾ തീക്കനലുകൂടെ വാരി വിതറും. അങ്ങനെ അതൊരു ബേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പിന്നെ അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രഷർ കുക്കറിൽ ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് 1 കപ്പ് പച്ചരി, ഞാനിപ്പോൾ കാണിച്ച അളവിലുള്ള പച്ചരി, ദോശയുടെ അരി നമ്മൾ ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് മഷി പോലെ അരച്ച് റെഡിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ അരച്ചതിന് ശേഷം ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 3 മണിക്കൂറോളം നമ്മളിതിനെ മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് സവാളയും പിന്നെ തേങ്ങാക്കൊത്തും റെഡിയാക്കി വെക്കുക. സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ഉപയോഗിക്കാം. ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് മധുരത്തിന് വേണ്ടുന്ന ശർക്കര, ഏകദേശം 1 കപ്പോളം അരിയുടെ അതേ അളവിൽ തന്നെ ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു നൂൽപ്പാവ് അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതേ സമയത്ത് അടുത്ത സ്റ്റൗവിൽ നമ്മൾ അലുമിനിയം കുക്കറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അലുമിനിയം കുക്കർ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ തേങ്ങാക്കൊത്ത് അതിനകത്തിട്ടിട്ട് വഴറ്റാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ കുക്കിങ്ങിൽ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി അധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ചിട്ട് ഭയങ്കര ഒരു റെയർ കോമ്പിനേഷനല്ലേ, നമ്മൾ ഈ തേങ്ങയും അതുപോലെ തന്നെ സവാളയും അപ്പത്തിലേക്ക് ചേർക്കുന്ന ഒരു കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ വേറെ അങ്ങനെ അധികം പലഹാരങ്ങളിലൊന്നും നമ്മളിത് കാണാത്തതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും, പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ അപ്പത്തിന് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ണൂർ സൈഡിലാണ് ഈ ഒരു പലഹാരം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഈ അപ്പം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ നമ്മൾ കുക്കറിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരപ്പാനി റെഡിയായ ശർക്കരപ്പാനി അതേ ചൂടോടുകൂടി തന്നെ ഞാൻ അടുപ്പത്തുനിന്ന് എടുത്തപാടാണ്. അപ്പോൾ അതുപോലെ അരിച്ചിട്ട് നമ്മുടെ മാവിലേക്ക് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിച്ച് മാറ്റിയിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യരുത്. അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് മിക്സ് ആവും, അങ്ങനെ കട്ട പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പരുവം കണ്ടില്ലേ, വളരെ തിന്നായിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഹൈറ്റിൽ നിന്ന് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം ഭാഗത്തൊന്ന് നല്ല മിക്സായിട്ട് വരുമല്ലോ. പിന്നെ നമ്മൾ തവി വെച്ചിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ ആ ഗ്യാസ്കറ്റോടു കൂടെ തന്നെ നമ്മളതിനെ അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ വെയിറ്റ് ഇടരുത്. ടൈം നോക്കുക. നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 20 മിനിറ്റ്സിലാവുമ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അത് നല്ലൊരു മണമൊക്കെ വരും. അതിൻ്റെ ആ ഒരു സവോളയും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നൊരു മണം വരും. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.